സെമിഫൈനലിലെ തീപോരാട്ടത്തിനൊടുവിൽ സലായുടെ ഈജിപ്തിനെ വീഴ്ത്തി സെനഗലും നൈജീരിയയെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി മൊറോക്കോയും ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ അവസാന അംഗത്തിനൊരുങ്ങുകയാണ്. ടൂർണമെന്റിൽ ഉടനീളമുള്ള മികച്ച പ്രകടനത്തോടെ മൊറോക്കോ നൽകുന്നത് ഒരു ക്ലിയർ സിഗ്നലാണ്. ഖത്തർ ലോകകപ്പിൽ വമ്പന്മാരെ വിറപ്പിച്ച പോലൊരു പ്രകടനം ഇത്തവണ പ്രതീക്ഷിക്കാം എന്നതാണത്. സെനഗലാകട്ടെ മാനയുടെ കരുത്തിലാണ് ഫൈനലിലേക്ക് കുതിക്കുന്നത്. നൈജീരിയയോട് കടുത്ത പോരാട്ടം നടത്തിയാണ് മൊറോക്കോ ഫൈനലിലെത്തുന്നത്. അഷ്റഫ് ഹക്കീമിയും സോഫിയാൻ അമർബാത്തും അടക്കം യൂറോപ്യൻ ലീഗുകളിൽ പയറ്റി തെളിഞ്ഞ താരങ്ങളാണ് മൊറോക്കോയ്ക്ക് വേണ്ടി പന്ത് തട്ടുന്നത്. സെനഗലുമായി കലാശപ്പോരിനൊരുങ്ങുമ്പോൾ രണ്ടാം ആഫ്കോൺ കിരീടമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും വിക്ടർ ഒസിമന്റെ സംഘത്തിന് ഫൈനൽ കാണാൻ സാധിച്ചില്ല. ഇതിനു മുമ്പ് ലോകകപ്പിന് യോഗ്യത നേടാൻ സാധിച്ചിരുന്നില്ല. ആഫ്രിക്കൻ പ്ലേ ഓഫ് ഫൈനലിൽ കോങ്കോയുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ് പുറത്താവുകയായിരുന്നു. 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വൻകര പോരിൽ മുത്തമിടുക എന്ന ലക്ഷ്യവുമായാണ് സലായുടെ ഈജിപ്ത് ആഫ്കോണിനെത്തുന്നത്. സെനഗലിനോട് സെമിഫൈനൽ പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ ഈജിപ്തിന് ഒരു കണക്ക് വീട്ടാനുണ്ടായിരുന്നു. ഇതിനു മുമ്പ് രണ്ട് ടീമുകളും ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ ഈജിപ്തിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയാണ് സെനഗൽ ആഫ്കോൺ ചാമ്പ്യന്മാരായത്. എന്നാൽ സെമിഫൈനലിൽ സെനഗലിനായി സാദിയോ മാനയുടെ ഒറ്റ ഗോളിന് മുന്നിൽ ഈജിപ്തിന്റെ പോരാട്ടങ്ങളെല്ലാം അവസാനിച്ചു. മുന്നേറ്റ നിരയിൽ മുഹമ്മദ് സലായും ഒമർ മർമൂഷും ഉണ്ടായിട്ടും കളി സെനഗലിന്റെ കയ്യിലായിരുന്നു. എന്നിട്ടും ആദ്യ പകുതിയിൽ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഈജിപ്തിനുണ്ടായിരുന്നില്ല. 78-ാം മിനിറ്റിൽ സാദിയോ മാനെ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഉഗ്രൻ ലോങ് റേഞ്ച് ഗോൾ കീപ്പർ മുഹമ്മദ് എൽ ഷെനോവിയെ കാഴ്ചക്കാരനാക്കി വലയിൽ കയറി. അതോടെ ഈജിപ്ത് ഫൈനൽ കാണാതെ പുറത്തേക്ക്. സെമിഫൈനലിൽ വമ്പന്മാരെ വീഴ്ത്തിയാണ് സെനഗലും മൊറോക്കോയും അവസാന അംഗത്തിനിറങ്ങുന്നത്. ഇരു ടീമുകളും ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയപ്പോഴെല്ലാം മേൽക്കൈ മൊറോക്കോയ്ക്ക് തന്നെയാണ്. 38 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 21 തവണയാണ് മൊറോക്കോ വിജയിച്ചത്. 9 തവണ സെനഗലും, 8 തവണ സമനിലയായി. ആഫ്കോണിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിലാണ് ഇരുവരും അവസാനമായി ഏറ്റുമുട്ടുന്നത്. അന്ന് സെനഗലിനെ പരാജയപ്പെടുത്തി മൊറോക്കോ ഫൈനലിലേക്ക് മുന്നേറി. മഡഗാസ്കറിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായത് മൊറോക്കോ തന്നെ. ഈ ആത്മവിശ്വാസത്തോടെയാണ് മൊറോക്കോ ആഫ്കോൺ ഫൈനലിൽ വീണ്ടും സെനഗലിനെ നേരിടാനെത്തുന്നത്. PSG പ്രതിരോധത്തിലെ കരുത്തായ അഷ്റഫ് ഹക്കീമിയും യുണൈറ്റഡ് താരമായ നോസർ മസോയും അടങ്ങുന്നതാണ് മൊറോക്കോയുടെ ഡിഫൻസ്. കൂടാതെ സെമിഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലടക്കം മാൻ ഓഫ് ദ മാച്ച് പ്രകടനം നടത്തിയ ഗോൾ കീപ്പർ യാസിൻ ബോണോയും അവരുടെ കരുത്താണ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡുള്ള ടീമാണ് മൊറോക്കോ. 6 മത്സരങ്ങളിൽ നിന്ന് ആകെ ഒറ്റ ഗോൾ മാത്രമാണ് ആതിഥേയർ ഇതുവരെ വഴങ്ങിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മാലിയോട് സമനില നേരിട്ട മത്സരത്തിലെ പെനാൽറ്റിയായിരുന്നു അത്. കൂടാതെ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ ബ്രാഹിം ഡയസ് ഇറങ്ങുന്ന മുന്നേറ്റ നിരയും ഒട്ടും പിന്നിലല്ല. ടൂർണമെന്റിലാകെ 9 ഗോളുകളാണ് മൊറോക്കോ സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ 5 ഗോളുകളും റയൽ മാഡ്രിഡ് താരത്തിന്റെ ബൂട്ടുകളിൽ നിന്നാണ്. തുടർച്ചയായി 26 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് മൊറോക്കോ ആഫ്കോൺ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ആഫ്കോണിൽ മാത്രമല്ല, ലോകകപ്പിലെ തന്നെ ഫേവറേറ്റ് ലിസ്റ്റിൽ മൊറോക്കോയുണ്ട്. സെമിഫൈനലിൽ രക്ഷകനായ സാദിയോ മാനെ തന്നെയാണ് സെനഗലിന്റെ തുറുപ്പുചീട്ട്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും ഈ മുൻ ലിവർപൂൾ താരമാണ്. ബയൺ മ്യൂണിക് താരം നിക്കോളസ് ജാക്സൺ, മാനെ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിര നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയുള്ള മൊറോക്കോയ്ക്കെതിരെ എങ്ങനെയാണ് സെനഗലിന്റെ മുന്നേറ്റ നിര പ്രകടനം നടത്തുക എന്നതാണ് കാണാനുള്ളത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചവരുടെ ലിസ്റ്റിൽ രണ്ടാമതാണ് സെനഗൽ. 6 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളാണ് അവർ അടിച്ചുകൂട്ടിയത്. ടൂർണമെന്റിൽ ഒറ്റ മത്സരത്തിൽ പോലും തോൽവി അറിയാതെയാണ് അവർ ഫൈനലിലേക്ക് കുതിച്ചത്. സെനഗൽ അവസാനമായി കിരീടം ചൂടിയ 2021-ലും ഒറ്റ മത്സരത്തിൽ പോലും അവർ തോൽവി അറിഞ്ഞിരുന്നില്ല. കിരീടം മോഹിച്ച് ഫൈനലിലേക്ക് എത്തുന്ന സെനഗലും 2004-ന് ശേഷം ആദ്യമായി ഫൈനലിൽ എത്തുന്ന മൊറോക്കോയും ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്നുറപ്പ്. ആരായിരിക്കും ആഫ്രിക്കൻ ചാമ്പ്യന്മാർ? കാത്തിരിക്കാം.